ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മഞ്ജൂസ് മാത്സ്. മഞ്ജൂസ് മാത്സിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എക്സാമൊക്കെ അടുക്കാറായി, എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ക്ലാസ്സുകളൊക്കെ കണ്ടു തീർക്കാനുണ്ടെങ്കിൽ അതെല്ലാം എത്രയും പെട്ടെന്ന് കണ്ടു തീർക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ആദ്യത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന സംഖ്യാശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതാണെന്ന് കണ്ടുപിടിക്കുക. സംഖ്യകൾ 2, 4, 10, 22, 42. നമുക്ക് അടുത്ത സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് കിട്ടിയെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്തെഴുതുകയാണ്. 2, 4, 10, 22, 42. നെക്സ്റ്റ് ടേമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കൂ, 2 എങ്ങനെ 4 ആയി എന്ന് നമുക്ക് ആദ്യം തന്നെ ചെക്ക് ചെയ്യാം. 2 4 ആവുന്നത് 2 + 1 സ്ക്വയർ + 1 is equal to 2 + 1 സ്ക്വയർ 1 ആണ്. 1 1 2 is equal to 4 എന്ന് കിട്ടി. 2 4 ആയി. ഇനി 4 എങ്ങനെ 10 ആയെന്ന് നമുക്ക് നോക്കാം. 4ൻ്റെ കൂടെ ഈ കിട്ടിയ 4ൻ്റെ കൂടെ 2 സ്ക്വയർ + 2 ചെയ്തു is equal to 4 + 2 സ്ക്വയർ 4 ആണ് +2 4 4 8 2 10 കിട്ടി. അതായത് നെക്സ്റ്റ് ടേം കിട്ടി. ഇനി നമുക്ക് 10 എങ്ങനെ 22 ആയി. ഇനി നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് 22 ആണ് അല്ല. അപ്പോൾ ആ 22 എങ്ങനെ കിട്ടുന്നുള്ളത് നമുക്ക് നോക്കാം. ഈ കിട്ടിയ 10ൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, 3 സ്ക്വയർ + 3 ചെയ്യുവാണ് is equal to 10 + 3ൻ്റെ സ്ക്വയർ 9 + 3 is equal to 19 3 22 എന്ന് കിട്ടി. ഓക്കെ, ഇനി അടുത്ത ടേം 42 ആണല്ലോ. ഇതേപോലെ തന്നെ ചെയ്യും. അപ്പോൾ നമ്മൾ 3 സ്ക്വയർ വരെയാണ് ചെയ്തത്. നെക്സ്റ്റ് അപ്പോൾ എന്തായിരിക്കും, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും, ഇപ്പോൾ കിട്ടിയ 22ൻ്റെ കൂടെ +4 സ്ക്വയർ +4 ആഡ് ചെയ്യുന്നു is equal to 22 + 16 + 4 is equal to 22 + 20 is equal to 42 എന്ന് കിട്ടി. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടൈം കാണാമല്ലോ. അപ്പോൾ 42 കിട്ടി. അപ്പോൾ നെക്സ്റ്റ് ടൈം ഇതേപോലെ ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഈ കിട്ടിയ 42ൻ്റെ കൂടെ 5 സ്ക്വയർ +5 അല്ലേ, 4 കഴിഞ്ഞ് 5 ആണ് is equal to 42 + 5ൻ്റെ സ്ക്വയർ 25 ആണ് +5. ഇതെല്ലാം കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ 25ഉം 5ഉം 30ഉം 42ഉം കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ 72 എന്ന ആൻസർ കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഓരോ ടേംസും എങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് ടൈം കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം, സമാന ബന്ധം കണ്ടെത്തുക. ഗോളം വൃത്തവുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ക്യൂബ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണണം അല്ലേ. ഇവിടെ നോക്കൂ, ഗോളം അതായത് വൃത്തത്തിൻ്റെ 3D ഇമേജാണ് ഗോളം എന്ന് പറയുന്നത് അല്ലേ. ത്രിമാന രൂപം, അതായത് വൃത്തം എന്ന് പറയുന്നത് ഗോളമായിട്ട് നമുക്ക് എങ്ങനെ റിലേറ്റ് ചെയ്യാം. അതായത് വൃത്തത്തിൻ്റെ ത്രിമാന രൂപമാണ് ഗോളം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്യൂബിനെ എന്തുമായിട്ട് റിലേറ്റ് ചെയ്യാം, ഈ തന്നിരിക്കുന്നതിൽ ചതുരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, കാരണം ക്യൂബ് എന്ന് പറയുന്നത് ത്രിമാന രൂപമാണ് അല്ലേ. അപ്പോൾ അതിനെങ്ങനെയാണ് കണക്ട് ചെയ്യാൻ പറ്റുന്നത്? ചതുരം പറ്റില്ല, ഷഡ്ഭുജം പറ്റില്ല, സമചതുരമാണ് പറ്റുന്നത് അല്ലേ. പരപ്പളവ് പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്, സമചതുരത്തിൻ്റെ ത്രിമാന രൂപമാണ് ക്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 3, ചുവടെ തന്നിരിക്കുന്ന അക്ഷരശ്രേണിയിലെ ചോദ്യചിഹ്നത്തിൻ്റെ സ്ഥാനത്ത് വരുന്ന അക്ഷരങ്ങൾ ഏതാണെന്ന് കണ്ടുപിടിക്കുക. അതായത് ചുവടെ തന്നിരിക്കുന്ന അക്ഷരശ്രേണി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ചോദ്യചിഹ്നത്തിൽ തന്നിട്ടുള്ള ആ ഒരു അക്ഷരം ഏതാണെന്നാണ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് നോക്കാം. ബി ഉണ്ട്, സി ഉണ്ട്, നെക്സ്റ്റ് അറിയില്ല, പിന്നെ ജി തന്നിട്ടുണ്ട്, കെ തന്നിട്ടുണ്ട്, എം തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ എന്താണ് ചെക്ക് ചെയ്യുന്നത്, ഇങ്ങനെ ആൽഫബറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ പ്ലേസ് വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അല്ലേ. ബീൻ്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് 2 ആണ് അല്ലേ. സീൻ്റെ എത്രയാണ്, 3 ആണ്. ഇതെല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം. ജി എന്ന് പറയുന്നത് 7 ആണ്. കെ എന്ന് പറയുന്നത് 11 ആണ്. എം എന്ന് പറയുന്നത് 13 ആണ്. അപ്പോൾ ഇവിടെ നോക്കൂ, 2
3, 7, 11, 13 ഈ സംഖ്യകളെല്ലാം എന്താണ്? നിങ്ങൾക്കിത് കണ്ടുപരിചയം ഉണ്ടാവുമല്ലോ. 2, 3, 7, 11, 13 അല്ലേ? ഈ സംഖ്യകൾ നിങ്ങൾക്ക് നല്ല പരിചയം ഉണ്ടായിരിക്കും. അതായത് പ്രൈം നമ്പേഴ്സ് അഥവാ അഭാജ്യ സംഖ്യകളാണ് അല്ലേ? അപ്പോൾ ഈ വിട്ടുപോയ സംഖ്യ ഏതായിരിക്കും? പ്രൈം നമ്പേഴ്സ് എടുക്കുമ്പോൾ നമ്മൾ എന്താണ്? 2, 3, 5, 7, 11, 13 അങ്ങനെയാണ് പോകുന്നത് അല്ലേ? അപ്പോൾ ഈ വിട്ടുപോയ സംഖ്യ എന്ന് പറയുന്നത് 5 ആണ് അല്ലേ? 5ന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് സംഖ്യയല്ല കാണേണ്ടത്, ആൽഫബറ്റാണ് കാണേണ്ടത്. അപ്പോൾ 5ന് കറസ്പോണ്ടിങ് ആയിട്ട് ഏതാണ് വരുന്നത്? ഇ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, ഒരു ക്ലോക്ക് ഓരോ മണിക്കൂറിലും ഓരോ മണി വീതം അടിക്കുമെങ്കിൽ ഒരു ദിവസം എത്ര മണി അടിക്കും? ഒരു ക്ലോക്ക് ഓരോ മണിക്കൂറിലും ഓരോ മണി വെച്ചിട്ടാണ് അടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ എത്ര മണി അടിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഓരോ മണിക്കൂറിലും ഓരോ മണി വീതം അടിക്കുവാണ്. അപ്പോൾ നമ്മൾ എടുക്കുവാണ് ഫസ്റ്റ് ഒന്നാമത്തെ 1 മണിയാകുമ്പോൾ ഒരു തവണ അടിക്കുന്നെടുത്തു. 2 മണിയാകുമ്പോൾ അപ്പോൾ എത്ര അടിക്കും? 2 തവണ അടിക്കും. 3 മണിയാകുമ്പോൾ എത്ര തവണ അടിക്കും? 3 തവണ അടിക്കും. 4 മണിയാകുമ്പോൾ എത്ര തവണ അടിക്കും? 4 തവണ അടിക്കും. അങ്ങനെ പോയി ടോട്ടൽ എത്രയാണ്? 12 മണിയാകുമ്പോൾ 12 തവണ അടിക്കുക അല്ലേ? നമുക്കറിയാം ഒരു ദിവസത്തിൽ എത്ര മണിക്കൂറുണ്ട്? 24 മണിക്കൂറാണ് ഒരു ദിവസത്തിലുള്ളത്. അപ്പോൾ 12 മണി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും എന്താണ് വരുന്നത്? 1 മണിയാണ് അല്ലേ? 1 മണിക്ക് വീണ്ടും 1 അടിക്കും, 2 മണിക്ക് 2 അടിക്കും, അങ്ങനെ വീണ്ടും പോയിട്ട് 12 മണിക്ക് 12 തവണ അടിക്കും. അപ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്ത് വരുന്നതുകൊണ്ട് നമുക്ക് എന്തെടുത്താൽ മതി? ഈ ഒരു കാര്യം എടുക്കണ്ട, റിപ്പീറ്റേഷൻ ആണല്ലോ. സോ നമുക്ക് എന്തെടുത്താൽ മതി? നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1, 2 നമുക്കൊരു ശ്രേണി കിട്ടും അല്ലേ? അതായത് 1 മണിക്ക് 1 തവണ, 2 മണിക്ക് 2 തവണ, 3 മണിക്ക് 3 തവണ, അങ്ങനെ പോയിട്ട് 12 മണിക്ക് 12 തവണ ഇൻറ്റു 2 എന്ന് വരും. അതായത് പിന്നെ വീണ്ടും റിപ്പീറ്റേഷൻ തന്നെയാണ് വരുന്നത്. അപ്പോൾ 2 തവണ വരുന്നതുകൊണ്ട് ഇൻറ്റു 2 എന്ന് കൊടുത്തു. ഇനി നമുക്ക് എന്താണ് ചോദിച്ചിരിക്കുന്നത്? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരു ദിവസം എത്ര മണി അടിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം എന്താണ്? മണികളാണ്. എത്ര തവണ അടിച്ചു എന്നുള്ളതാണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതെല്ലാം കൂടിയിട്ട് ഇതിൻ്റെ സമ്മ് കണ്ടാൽ മതി. അപ്പോൾ ഇതിൻ്റെ സമ്മ് കാണാനായിട്ട് എന്താണ്? ഒരു സമാന്തര ശ്രേണിയുടെ സമ്മ് കാണാനായിട്ടുള്ള ഇക്വേഷൻ നമുക്കറിയാം അല്ലേ? അപ്പോൾ നമുക്കത് കാണാം. തുക എന്ന് പറയുന്നത് എസ് എന്ന് പറയുന്നത് ഇവിടെ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും തന്നിട്ടുണ്ട്. സോ നമുക്ക് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എസ് എൻ ഇസ് ഈക്വൽ ടു n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം. ആദ്യ പദം പ്ലസ് അവസാന പദമാണെന്ന് നമുക്ക് അറിയാം അല്ലേ? അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇൻറ്റു 2 അല്ലേ? ഇൻറ്റു 2 വരും, കാരണം ഇവിടെ ഇൻറ്റു 2 ഉണ്ട്. അപ്പോൾ n/2 ഇൻറ്റു ആദ്യ പദം എന്ന് പറയുന്നത് 1 ആണ്, പ്ലസ് അവസാന പദം 12 ആണ്, ഇൻറ്റു 2. n എന്ന് പറയുന്നത് എത്രയാണ്? 12 ആണ് അല്ലേ? അപ്പോൾ 12/2 എന്ന് വരും. n-ൻ്റെ വില എന്ന് പറയുന്നത് 12 ആണ്. ഇനി നമുക്കിതിൻ്റെ വില കാണാമല്ലോ. 12ൽ 2 6 തവണ പോവും, ഇസ് ഈക്വൽ ടു 6 ഇൻറ്റു 1ഉം 12ഉം കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ 13 ഇൻറ്റു 2. ഇതെല്ലാം കൂടിയിട്ട് ചെയ്യുമ്പോൾ 13 ഇൻറ്റു 12 ഇസ് ഈക്വൽ ടു 13 ഇൻറ്റു 12 എന്ന് പറയുന്നത് 156. 156 ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. താഴെ തന്നിരിക്കുന്ന സംഖ്യകളിൽ ഒറ്റയാനെ കണ്ടെത്തുക. ഓപ്ഷൻസ് 23, 63, 53, 43. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 23 എന്ന് പറയുന്നത് എന്താണ്? അഭാജ്യ സംഖ്യയാണ് അല്ലേ? നെക്സ്റ്റ് 53 നോക്കുന്നു. 53ഉം എന്താണ്? അഭാജ്യ സംഖ്യകൾ അഥവാ പ്രൈം നമ്പേഴ്സ് ആണ് അല്ലേ? നെക്സ്റ്റ് 43 എടുക്കുമ്പോൾ അതും ഒരു അഭാജ്യ സംഖ്യയാണ്. നമ്മൾ അഭാജ്യ സംഖ്യകളൊക്കെ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? പക്ഷേ ഈ 63 നോക്കി നോക്കുക. 63 അഭാജ്യ സംഖ്യയാണോ? അല്ല. കാരണം 21 ഇൻറ്റു 3 ചെയ്യുമ്പോൾ 3, 2, 6, 63 എന്ന് കിട്ടും. അതായത് 63നെ നമുക്ക് 21 ഇൻറ്റു 3 എന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് അഭാജ്യ സംഖ്യയല്ല. അപ്പോൾ തന്നിരിക്കുന്നതിൽ ഒറ്റയാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ബാക്കിയുള്ള എല്ലാ സംഖ്യകളും അഭാജ്യ സംഖ്യകളാണ്. 63 എന്ന് പറയുന്നത് ഒരു ഭാജ്യ സംഖ്യയാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഒറ്റയാനെ കണ്ടെത്തുക. ഓപ്ഷൻ എ ഫ്ലൂറിൻ, ഓപ്ഷൻ ബി ക്ലോറിൻ, ഓപ്ഷൻ സി നൈട്രജൻ, ഓപ്ഷൻ ഡി ബ്രോമിൻ. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി നൈട്രജൻ ആണ്. ഇത് ബാക്കിയുള്ള
മൂലകങ്ങൾ എന്ന് പറയുന്നത് ആവർത്തന പട്ടിക നമ്മൾ പഠിച്ചിട്ടുണ്ടാകും അല്ലേ. ആവർത്തന പട്ടികയിലെ ഗ്രൂപ്പ് 17-ലെ 6 മൂലകങ്ങൾ നമുക്കറിയാം. അവയെ ഹലോജൻ മൂലകങ്ങൾ എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. ഹലോജൻ മൂലകങ്ങൾ എന്നാണ് നമ്മൾ പറയുന്നത്. ആ ഹലോജൻ മൂലകങ്ങളിൽ പെട്ടതാണ് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ, ടെന്നസിൻ എന്നിവ. അപ്പോൾ ഇതിൽ ഓപ്ഷൻ സി ആണ് പെടാത്തത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ. കേടുവന്ന ഒരു ക്ലോക്ക് ഒരു ദിവസത്തിൽ എത്ര തവണ കൃത്യസമയം കാണിക്കും? കേടുവന്ന ഒരു ക്ലോക്ക് ഒരു ദിവസത്തിൽ എത്ര തവണ സമയം കൃത്യമായിട്ട് കാണിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് 1, 24, 4, 2 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. 2 തവണയാണ് കൃത്യസമയം കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ക്ലോക്ക് 6 മണിക്കാണ് കേടായിട്ട് നിൽക്കണമെന്ന് വിചാരിക്കുന്നു. 6 മണിക്ക് കേടായിട്ട് നിൽക്കുന്ന ഒരു ക്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ അത് എത്ര തവണ കൃത്യസമയം കാണിക്കും? രാവിലെ 6 മണിക്കും കാണിക്കും, വൈകിട്ട് 6 മണിക്ക് കാണിക്കും അല്ലേ. അതായത് 6 മണിക്കാണ് നമ്മൾ എക്സാമ്പിൾ എടുക്കുന്നത്. 6 മണിക്കാണ് എങ്കിൽ 6 മണിക്ക് കേടായിട്ട് നിൽക്കുന്ന ക്ലോക്ക് ആണെങ്കിൽ അത് രാവിലെയും വൈകിട്ടും കാണിക്കും. ഓക്കെ. അങ്ങനെ ദിവസത്തിൽ 2 തവണയാണ് അത് കൃത്യസമയം കാണിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 2 ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, 1831215 ഫെയ്ഡ് എന്നാണെങ്കിൽ 39756024 എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഫെയ്ഡ് എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം. FADE എന്നാണ് തന്നിരിക്കുന്നത്. ഫെയ്ഡാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഫെയ്ഡിന് നമുക്ക് എങ്ങനെ എഴുതാം? ഫെയ്ഡ് എങ്ങനെയാണ് ഈ ഒരു സംഖ്യ കിട്ടിയെന്നുള്ളത് നമുക്ക് നോക്കാം. എഫിൻ്റെ വാല്യൂ 6 ആണെന്നറിയാം, എയുടെ വാല്യൂ 1 ആണെന്നറിയാം, ഡിയുടെ വാല്യൂ 4 ആണെന്നറിയാം, ഇയുടെ വാല്യൂ 5 ആണെന്നറിയാം. അപ്പോൾ ഫസ്റ്റ് എങ്ങനെയാണ് 18 കിട്ടിയെന്നുള്ളത് നോക്കാം. ഇവിടെ നോക്കുക, 6 × 3 ചെയ്യുന്നു. 6 × 3 എന്ന് പറയുന്നത് 18 ആണ് അല്ലേ. നെക്സ്റ്റ് 1 × 3 ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 3 എന്ന് കിട്ടി. നെക്സ്റ്റ് സംഖ്യയും കിട്ടി. ഇനി നമ്മൾ 4 × 3 ചെയ്യുകയാണ്. 4 × 3 ചെയ്യുമ്പോൾ 12. ആ 12 നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. നെക്സ്റ്റ് 5 × 3 ചെയ്യുമ്പോൾ 15. ഓക്കെ. അപ്പോൾ ഇവിടെ 18, 3, 12, 15 എന്ന് പറയുന്ന ഫുൾ സംഖ്യ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന ഈ സംഖ്യ എന്തിനെ സൂചിപ്പിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫെയ്ഡ് എന്ന് പറയുന്ന കാര്യം കണ്ടുപിടിച്ചത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സംഖ്യകളെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് സംഖ്യയിലോട്ട് എത്തിയത്. അപ്പോൾ നേരെ തിരിച്ച് സംഖ്യയിൽ നിന്നും ആൽഫബറ്റിലോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഹരിക്കണം അല്ലേ. അപ്പോൾ നമുക്കത് കണ്ടു നോക്കാം. 3, 9, 7, 5, 6, 0, 2, 4 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ സംഖ്യ നമ്മൾ എടുക്കുവാണ് 39. 39 എന്ന് പറയുന്നത് എടുത്തു. 39നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1, 3 എന്ന് കിട്ടി. 13ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽഫബറ്റ് എന്താണ്? M ആണ് അല്ലേ. നെക്സ്റ്റ് 7, 75. 75 എന്ന് പറയുന്നത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 75 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 25 ആണ്. 25ന് കറസ്പോണ്ടിങ് ആയിട്ട് ആൽഫബറ്റ് Y ആണ്. അടുത്ത സംഖ്യ എന്ന് പറയുന്നത് 60 ആണ്. 60നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. നമുക്ക് ആൻസർ 20 എന്ന് കിട്ടുന്നു. 20ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽഫബറ്റ് T ആണ്. അടുത്ത സംഖ്യ എന്ന് പറയുന്നത് 20 ആണ്. 24 ആണ്. 24നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8 എന്ന് കിട്ടും. 8ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽഫബറ്റ് എന്താണ്? H ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയത് MYTH. മിത്ത്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാമു ഒരു ക്യൂവിൽ മുൻപിൽ നിന്ന് 8ാമതാണ്, സോമു പുറകിൽ നിന്ന് 12ാമതാണ്. ക്യൂവിൽ ആകെ 33 പേരുണ്ടെങ്കിൽ രാമുവിനും സോമുവിനും ഒത്ത നടുക്ക് നിൽക്കുന്ന മുന്നയുടെ സ്ഥാനം മുൻപിൽ നിന്നും പിറകിൽ നിന്നും എത്രാമതാണ്? ഓക്കെ. രാമു ഒരു ക്യൂവിൻ്റെ മുൻപിൽ നിന്ന് 8ാമതാണെന്ന് തന്നിട്ടുണ്ട്. സോമു ആണെങ്കിൽ പുറകിൽ നിന്ന് 12 തന്നിട്ടുണ്ട്. ക്യൂവിൽ ആകെ 32 പേരാണുള്ളത്. അങ്ങനെയാണെങ്കിൽ രാമുവിനും സോമുവിൻ്റെയും ഒത്ത നടുക്ക് മുന്നേ നിൽക്കുന്നുണ്ടെങ്കിൽ മുന്നയുടെ സ്ഥാനം പുറകിൽ നിന്നും മുൻപിൽ നിന്നും എത്രാമതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് കാണാം. ഇവിടെ നോക്കൂ, രാമു ഒരു
ക്യൂവിൽ മുൻപിൽ നിന്ന് 8ാമതാണ്. അപ്പോൾ നമ്മൾ എടുക്കുകയാണ്, ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 8ാമതാണ് രാമു, അതായത് 8ാമതാണ് രാമുവും തന്നിട്ടുണ്ട്. പുറകിൽ നിന്ന് 12ാമതാണ് സോനു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ക്യൂ എന്ന് വിചാരിച്ചു. പുറകിൽ നിന്ന് 12ാമതാണ് സോനു എന്ന് വിചാരിച്ചു. ഓക്കെ, ഇനി ആകെ 33 പേരുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആകെ 33 പേരുണ്ടെങ്കിൽ ഈ 8ാമതും 12ാമതും കഴിഞ്ഞിട്ട് ബാക്കി എത്ര പേര് ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്നുണ്ടായിരിക്കും? ഇതിൻ്റെ ഇടയിൽ എത്ര പേരുണ്ട് എന്ന് നമുക്ക് ആദ്യം തന്നെ കാണണം. അപ്പോൾ ആകെ 33 ആണ്. അപ്പോൾ 8 + 12 ഇത്രയും ആൾക്കാർ ഇവിടെ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. 20. 33-ൽ നിന്നും 20 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 13 എന്ന ആൻസർ കിട്ടും. ആ 13 പേരാണ് ഈ ബ്ലൂ കാണിച്ചിരിക്കുന്നത്. ഈ ലൈനിൽ ആകെ ഇനി 13 പേരുണ്ട്. അതിൻ്റെ ഒത്ത നടുക്കാണ് ആര് നിൽക്കുന്നത്? മുന്നേ നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മിഡിലാണ് മുന്നേ നിൽക്കുന്നത്. ഓക്കെ, ഈ 13 എങ്ങനെ ഡിവൈഡ് ചെയ്യാം? മുന്നേ നടുവിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഇവിടെ 6ഉം ഇവിടെ 6ഉം ആയിരിക്കും അല്ലേ? 6 6 12 1 13. മുന്നേ നിൽക്കുന്നത് നടുക്കാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മുന്നേയുടെ സ്ഥാനം മുന്നിൽ നിന്നും കണ്ടുകൂടെ? പുറകിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് മുന്നിൽ നിന്ന് കാണാം. മുന്നിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാമു വരെ 8 ഉണ്ട്. 8 പ്ലസ് പിന്നെ 6 പേരുണ്ട് ഇല്ലേ? 6 പേര്. മുന്ന എന്ന് പറയുന്നത് ഒരാളുണ്ട് അല്ലേ? എല്ലാം കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ 8ഉം 6ഉം 14ഉം 1 15. 15ാമത്തെ സ്ഥാനമാണ് മുന്നിൽ നിന്നും മുന്നയുടെ സ്ഥാനം. ഇനി പുറകിൽ നിന്നും കാണാമല്ലോ. പുറകിൽ നിന്നെന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെ 12 പേര്. അപ്പോൾ 12 പ്ലസ് പിന്നെ 6 പേരുണ്ട്. 6 പ്ലസ് മുന്നയുടെ സ്ഥാനം 1, നെക്സ്റ്റ് 1 = 18ഉം 1ഉം 19. പുറകിൽ നിന്ന് 19. അപ്പോൾ മുന്നിൽ നിന്ന് 15ഉം പുറകിൽ നിന്ന് 19ഉം ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം. തന്നിരിക്കുന്ന ശ്രേണിയിലെ ചോദ്യചിഹ്നത്തിൻ്റെ സ്ഥാനത്ത് വരുന്ന സംഖ്യ കണ്ടുപിടിക്കുക. -1 പിന്നെ ഡാഷ് പിന്നെ -1 1 -2 3 -5. അപ്പോൾ നമുക്ക് ആ വിട്ടുപോയ ഭാഗത്തെ സംഖ്യ കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്കതെങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഈ ചോദ്യചിഹ്നം കാണുന്നതിന് പകരം നമുക്ക് ഇത്രയും സംഖ്യകൾ എങ്ങനെയാണ് കിട്ടിയെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് -1 എങ്ങനെ 1 ആയി എന്നുള്ളത് ആദ്യം തന്നെ ചെക്ക് ചെയ്യാം. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ -1 ഈ -1-ൽ നിന്നും 1 മൈനസ് ചെയ്തപ്പോൾ -2 നമുക്ക് കിട്ടി. ഓക്കെ, അങ്ങനെ കിട്ടുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണ്. നെക്സ്റ്റ് എന്താണ്? 1-ൽ നിന്നും കുറയ്ക്കുകയാണ്. നെക്സ്റ്റ് ടൈം 1 ആണ്. 1-ൽ നിന്നും -2 കുറയ്ക്കുന്നു. 1 മൈനസ് -2 എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ നെക്സ്റ്റ് ടൈം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്തത് -2 മൈനസ് ഈ 3 ചെയ്യുകയാണ്. അപ്പോൾ -5 കിട്ടുന്നുണ്ട്. അതായത് ഓരോ ടേംസും തമ്മിൽ പരസ്പരം മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ടൈം കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഉള്ളത് എന്തായിരിക്കും? -1-ൽ നിന്നും 1 മൈനസ് ചെയ്തപ്പോഴാണ് -2. അടുത്ത ടൈം മൂന്നാമത്തെ ടൈം, അതായത് ആദ്യത്തെ 2 ടൈം മൈനസ് ചെയ്തപ്പോൾ മൂന്നാമത്തെ ടൈം കിട്ടി. പിന്നത്തെ 2 ടൈം മൈനസ് ചെയ്തപ്പോൾ അടുത്ത ടൈം കിട്ടി. പിന്നത്തെ 2 ടൈം മൈനസ് ചെയ്തപ്പോൾ അടുത്ത ടൈം കിട്ടി. ഇങ്ങനെ പോവുകയാണെങ്കിൽ ആദ്യത്തെ കാണാമല്ലോ. ആദ്യത്തെ 2 ടൈം -1 ആണ് ആദ്യത്തെ ടൈം. കാണേണ്ടത് നമ്മൾക്ക് അറിയില്ല, അതുകൊണ്ട് നമ്മൾ x എന്ന് എടുക്കുകയാണ്. അപ്പോൾ -1-ൽ നിന്നും x മൈനസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ടൈം, അതായത് മൂന്നാമത്തെ ടൈമാണ് കിട്ടുന്നത്, അത് 1 കൊടുത്തു. അപ്പോൾ ഇതിൽ നിന്നും എക്സിൻ്റെ വില കണ്ടുകൂടെ? -1. ഈ 1 അപ്പുറത്തോട്ട് പോകുമ്പോൾ -1 എന്നുള്ളത് +1 ആവും. x അപ്പുറത്തോട്ട് പോകുമ്പോൾ +x ആവും. -1 + 1 എന്ന് പറയുന്നത് 0 x. എക്സിൻ്റെ വില നമുക്ക് 0 എന്ന് കിട്ടി. ഇവിടെ ഓപ്ഷൻ തന്നിട്ടില്ല. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 0 ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, കാർഡിയോളജി ഹൃദയമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നെഫ്രോളജി എന്ന് പറയുന്നത് എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? വൃക്കയായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഹൃദയമായിട്ടാണ് കാർഡിയോളജി ബന്ധപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നെഫ്രോളജി എന്ന് പറയുന്നത് വൃക്കയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന 4 അക്ഷരക്കൂട്ടങ്ങളിൽ ഒറ്റയാനെ കണ്ടുപിടിക്കുക. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ 4 അക്ഷരക്കൂട്ടങ്ങളിൽ ഒറ്റയാനെ കണ്ടുപിടിക്കുക. നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാം. ഓപ്ഷൻ എ നോക്കുമ്പോൾ CFI എന്നാണ് തന്നിരിക്കുന്നത്. CFI. C 3 ആണ്, F 6 ആണ്,
CFI. I എന്ന് പറയുന്നത് 9 അപ്പോൾ എല്ലാത്തിലും 3 വെച്ചിട്ട് ആഡ് ചെയ്തിട്ട് പോയിരിക്കുകയാണ്. 3, 6, 9. GLQ. ജിക്ക് 7, L എന്ന് പറയുന്നത് 12, Q എന്ന് പറയുന്നത് 17 അല്ലേ. അപ്പോൾ 7ഉം 5ഉം 12, 12ഉം 5ഉം 17. എല്ലാത്തിലും 5 വെച്ചിട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 3 വെച്ചിട്ട് ആഡ് ചെയ്തു, ഇവിടെ 5 വെച്ചിട്ട് ആഡ് ചെയ്തു. നെക്സ്റ്റ് നോക്കുമ്പോൾ KMO. Kക്ക് 11, Mന് 13, Oക്ക് 15. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 വെച്ചിട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത് അല്ലേ. 2 വെച്ചിട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത്. OXG നോക്കുമ്പോൾ Oക്ക് 15, Xന് 24, Gക്ക് 7. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ Oയുടെ കൂടെ 9 ആഡ് ചെയ്തപ്പോഴാണ് 24 കിട്ടിയത്. 24ൻ്റെ കൂടെ വീണ്ടും 9 ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് G എന്ന് കിട്ടിയത്. അപ്പോൾ ഓപ്ഷൻ C നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 വെച്ചിട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ ഓപ്ഷനിലും നോക്കുമ്പോൾ എന്താണ് 3, 5, 9 എല്ലാം ഒറ്റ സംഖ്യ വെച്ചിട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഓപ്ഷൻ C മാത്രമാണ് 2 ഇരട്ട സംഖ്യ വെച്ചിട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ C ആണ്. ചോദ്യം, ഒറ്റയാനെ കണ്ടെത്തുക. ഓപ്ഷൻസ് വന്നിട്ടുണ്ട് മെയ്, സെപ്റ്റംബർ, മാർച്ച്, ഡിസംബർ. അപ്പോൾ ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒരു റിലേഷൻ കണ്ടെത്തണം. നോക്ക്, മെയ് എന്ന് പറയുന്നത് മെയ്യിൻ്റെ മാസം, മെയ് മാസം എന്ന് പറയുന്നത് 5ാം മാസമാണ് അല്ലേ. സെപ്റ്റംബർ എന്ന് പറയുന്നത് 9ാം മാസമാണ്. മാർച്ച് എന്ന് പറയുന്നത് 3, ഡിസംബർ എന്ന് പറയുന്നത് 12ാമത്തെ മാസമാണ് അല്ലേ. അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ ഇതൊന്ന് ഓർഡർ ചെയ്യുക. 3, 9, 12. ഇവിടെ 5 മാത്രമാണ് ഒറ്റപ്പെട്ട് കിടക്കുന്നത്. കാരണം എന്താണ്, ഇതെല്ലാം 3ൻ്റെ ഗുണിതങ്ങളാണ്. ഈ 3, 9, 12 എന്ന് പറയുന്നത് 3ൻ്റെ ഗുണിതങ്ങളാണ്. എന്നാൽ ഈ 5 എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട് കിടക്കുന്നതാണ്, 3ൻ്റെ ഗുണിതമല്ല. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ A മെയ് മാസമാണ്.